ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആട്ടിറച്ചി വളരെയേറെ ഗുണങ്ങളുള്ള ഒന്നാണ്. പക്ഷേ ചിലർക്കെങ്കിലും അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് സ്മെല്ലൊക്കെ ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് നമ്മളിത് കറി വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ നാരങ്ങ നീരും പുരട്ടി കുറച്ച് സമയം വെച്ച ശേഷം ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ വെച്ച ശേഷം നമ്മളൊന്നുകൂടി അത് കഴുകിയെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ കറി വയ്ക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ആട്ടിറച്ചി നന്നായിട്ട് കഴുകിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി നാരങ്ങ നീരൊക്കെ പുരട്ടിയതുകൊണ്ട് അതിനൊരു നല്ല മഞ്ഞ കളറൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ആട്ടിറച്ചി. അപ്പോൾ അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. നമുക്ക് മുളക് പൊടി 1 ടീസ്പൂൺ വേണം. അതേപോലെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഓൾറെഡി മഞ്ഞൾപ്പൊടി ഉള്ളതുകൊണ്ട് കുറച്ച് ചേർക്കുക. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1 ടീസ്പൂൺ. ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. പിന്നെ നമുക്ക് കറിവേപ്പില, ഉപ്പൊക്കെ അവരവരുടെ ആവശ്യമനുസരിച്ച് എടുക്കുക. നമ്മളിത് എടുത്തിരിക്കുന്നത് 3/4 കിലോയോളം ആട്ടിറച്ചിയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചാണ് ആട്ടിറച്ചി എടുക്കുന്നത് അല്ലെങ്കിൽ കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം. പിന്നെ നമുക്ക് വേണ്ടത് ചൊറുക്ക വേണം, അതായത് വിനാഗിരി. ഇതിപ്പോൾ കോക്കനട്ട് വാട്ടറിൻ്റെ വിനാഗിരിയാണ്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണം. ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് കൂടുതലുള്ളതാണ് നല്ലത്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്. 1 സ്പൂൺ വിനാഗിരി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കണം. അതും 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് പുരട്ടി വെച്ച ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പൊടികൾ നമ്മൾ നന്നായിട്ട് തിരുമ്മി അതേപോലെ വിനാഗിരി എണ്ണ ഒക്കെ ചേർത്ത് നന്നായിട്ട് ഇത് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് വെച്ച ശേഷം കുക്കറിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ഉള്ളതാണ് ഇഷ്ടമെങ്കിൽ അല്പം കൂടുതൽ വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ ലേശം വെള്ളം ചേർത്താൽ മതി. ഇത് നല്ല ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാതെയും ചെയ്യാം. ഇപ്പോൾ ഞാൻ അല്പം വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഈ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം വന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെള്ളം ചേർത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 3 വിസിൽ കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മട്ടൺ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഗ്രേവി ഉണ്ട്. അപ്പോൾ ഞാൻ ഗ്രേവിയോടുകൂടി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ ഒരു ചാറ് പോലെ വരത്തക്ക രീതിയിൽ. ഇപ്പോൾ തീരെ ഡ്രൈ ആയിട്ട് ഉള്ളവർ ഇത് അടുപ്പത്തിട്ട് തന്നെ വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇത് താളിക്കാനായിട്ട് ആവശ്യമുള്ളത് മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇതിപ്പോൾ 1/4 ടീസ്പൂൺ തന്നെ നമ്മുടെ കേസിൽ വേണമെന്നില്ല. കാര്യം നല്ല മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. പിന്നെ നമുക്ക് ഗരം മസാല 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. പിന്നെ ഞാനിവിടെ 1 പച്ചമുളക് 4ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് 1 ടീസ്പൂൺ, കറിവേപ്പില 2 തണ്ട്, പിന്നെ 2 സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ്. പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ താളിക്കാനായിട്ട് എണ്ണ. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത്. സാധാരണ കടുകാണ് ഇടുന്നത് താളിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പെരിഞ്ജീരകമാണ് ഇടുന്നത്. അപ്പോൾ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇനി നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കറിക്ക് ആവശ്യത്തിന് ഒരല്പം കൂടി ഉപ്പ് വേണം, അതുകൊണ്ട് ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് മട്ടൺ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും നോക്കുക. ഈ ടൈമിൽ ഒന്നുകൂടി നോക്കുക. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ആട്ടിറച്ചിയിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കുറവും അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഹാർട്ടിന് വളരെ നല്ലതാണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൊളസ്ട്രോളിനെ, അതായത് നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. നമുക്ക് വേണ്ടത് നല്ല കൊളസ്ട്രോൾ കൂടുതലും ചീത്ത കൊളസ്ട്രോൾ കുറവുമാണ്. ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്ക് മിക്കവാർക്കും നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ ആട്ടിറച്ചി ഉപയോഗിക്കുന്നതിലൂടെ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. വണ്ണം കുറയ്ക്കാൻ അതുപോലെ വയറ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാവുന്ന ഒരു ഇറച്ചിയാണ് ആട്ടിറച്ചി. നമ്മുടെ പശുവിറച്ചിയും കോഴിയിറച്ചിയേക്കാളും ഗുണകരമാണ് ആട്ടിറച്ചി. കൊഴുപ്പിൻ്റെ അളവ് മറ്റ് ഇറച്ചികളെക്കാളും വളരെ കുറവാണ്. അതുപോലെ പ്രോട്ടീൻ ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് വിശപ്പ് കുറഞ്ഞു കിട്ടും. അതുവഴി തന്നെ വണ്ണം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പീരീഡ്സിൻ്റെ സമയത്ത് പെൺകുട്ടികൾക്ക് അമിത വേദന ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കാരണം അയണിൻ്റെ കുറവായിരിക്കും. അപ്പോൾ ആട്ടിറച്ചി കഴിക്കുന്നതിലൂടെ ഈ അയണിൻ്റെ ഡെഫിഷ്യൻസി പരിഹരിക്കാൻ സാധിക്കും. അതുമൂലം തന്നെ ഈ മാസമുറ സമയത്ത് പെയിൻ നമുക്ക് ഇല്ലാതാക്കാനും കഴിയും. ഒരുപാട് കുട്ടികൾക്ക് ടൈപ്പ് 2 ഡയബറ്റിക്സ് ഉണ്ട്. ചെറിയ കുട്ടികളിൽ കാണുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അതിന് പരിഹരിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെ പരിഹരിക്കുന്ന എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അത്തരം പ്രശ്നത്തെ പ്രതിരോധിക്കാനായിട്ട് ആട്ടിറച്ചി കഴിക്കുന്നത് നല്ലതാണ്. പുരുഷന്മാരിലെ പല പ്രശ്നങ്ങൾക്കും ആട്ടിറച്ചി ഒരു ഉത്തമ പരിഹാരമാണ്. പലരും ചോദിക്കാറുണ്ട്, ഗർഭകാലത്ത് ആട്ടിറച്ചി കഴിക്കാമോ, ഏതിറച്ചിയാണ് നല്ലത്? വളരെ നല്ലതാണ് ആട്ടിറച്ചി. ഹിമോഗ്ലോബിൻ ലെവൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഗർഭകാലത്ത് പൊതുവേ രക്തക്കുറവ്, വിളർച്ച ഇതൊക്കെ കാണുന്ന ഒന്നാണ്. അപ്പോൾ അതിനെല്ലാം പ്രതിരോധിക്കാൻ കഴിവുള്ള ഒന്നാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ആട്ടിറച്ചി. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കുക. നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.